ഹാപ്പി ന്യൂ ഇയർ പ്രിയ പ്രേക്ഷകര്. പുതുവത്സര പുലരിയിൽ ഒരു വീഡിയോസ് ഇടണം എന്നുള്ള ഒരു ആഗ്രഹം, അതായത് 12/1 തന്നെ ഒരു വീഡിയോസ് ഇട്ട് കളയാം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഒരു വീഡിയോസിന്റെ തുടക്കം. ഈ ഒരു വീഡിയോസ് നിങ്ങളെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അതായത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു മറവിയായിരിക്കും ഈ മോണിറ്റൈസേഷൻ ബട്ടൺ ഓഫ് ചെയ്യുക എന്നുള്ളത്. അതായത് അത് ഓൺ ചെയ്യാൻ നിങ്ങൾ മറന്നിരിക്കും തീർച്ചയായിട്ടും. എല്ലാ വീഡിയോസിനും ഒരുപക്ഷെ പിന്നീടായിരിക്കും നിങ്ങൾ ആദ്യം എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ മോണിറ്റൈസേഷൻ എന്നുള്ള ബട്ടൺ ഓൺ ചെയ്യാൻ സ്വാഭാവികമായിട്ടും മറന്നു പോയിട്ട് പിന്നെ പബ്ലിക്കൊക്കെ അടിച്ചിട്ടുണ്ടാവും. പുതിയതായിട്ട് ഈ മോണിറ്റൈസേഷൻ കിട്ടിയ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. അത്തരത്തിൽ നിങ്ങൾക്ക് ന്യൂ ഇയറിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹാഷ്ടാഗുകളും ടാഗ് ലൈനുകളും ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇയർ വീണ്ടും പഴയ ഓർമ്മയിൽ 2024 എന്ന് തന്നെ കൊടുക്കുന്നു. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2025 ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസുകളിൽ മിക്കതും, അതായത് എക്സ്പെഷ്യലി ഈ ഒരു 1 മന്ത് മുഴുവനായിട്ട് 2025 എന്ന് പറഞ്ഞ് വേണം വീഡിയോസ് നിങ്ങൾ ഇട്ട് തുടങ്ങാൻ. കാരണം ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് ആൾക്കാർ 2025 വീഡിയോസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പൊ 2024 കാര്യങ്ങളാണ് നമ്മൾ സ്വാഭാവികമായിട്ടും സെർച്ച് ചെയ്യുക. ന്യൂ അപ്ഡേഷൻ യൂട്യൂബ് 2024 എന്നൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്യുക. ഇനി മുതൽ നമുക്ക് 2025 കടന്നു. അപ്പൊ ഇനി നമ്മൾ എല്ലാവരും 2025 എന്ന് പറഞ്ഞായിരിക്കും സെർച്ച് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും ഒരുവിധം എല്ലാ ഹാഷ്ടാഗുകളിലും ഇപ്പൊ മലയാളം സോങ് 2025 എന്ന് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയാ റിയാക്ഷൻ വീഡിയോസ് ആണോ ചെയ്യുന്നത്, അപ്പൊ റിയാക്ഷൻ വീഡിയോ 2025 എന്ന് കൊടുക്കുക. അങ്ങനെ ഒരുവിധം എല്ലാ സ്ഥലത്തും നിങ്ങൾ 2025 എന്ന് കൊടുക്കാൻ ശ്രമിക്കുക. കീവേഡ്സ് ഒക്കെ കൊടുക്കുന്ന സ്ഥലത്ത് പോയാലും 2005 കൂടെ ചേർക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ കണ്ടന്റിന് ഒരു ബൂസ്റ്റിംഗ് തന്നെ ആയിരിക്കും. കാരണം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നെങ്കിൽ നിങ്ങളൊരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോസ് ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ പോലും നിങ്ങൾ അവിടെ ചേർക്കേണ്ട ഹൗ ടു മേക്ക് ബിരിയാണി 2025 എന്നടിക്കുക. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ബിരിയാണി എങ്ങനെയാണെന്നുള്ളതാണ് ജനങ്ങൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് സമയം ഈ 2025 ആരൊക്കെയോ ചേർക്കുന്നു, അവർക്ക് പ്രത്യേകതരം ഒരു ബൂസ്റ്റിംഗ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇന്നലെയും മിനിയാന്നൊക്കെ ഈ 2025 ചേർത്തവരൊക്കെ ഫേക്ക് ആയിട്ടുള്ള ഒരു 2025 ആയിരുന്നത്. ഇന്ന് അങ്ങനെയല്ല, 2025 സ്റ്റാർട്ടായി തുടങ്ങി. ഇന്ന് മുതൽ 2025 എന്നുള്ളത്, അതായത് 2025 എന്നുള്ളത് നിങ്ങൾ ചേർത്ത് വരിക. ടാഗ് ലൈനുകളിലും അതുപോലെ തന്നെ ഹാഷ്ടാഗുകളിലും കീവേഡ്സുകളിലും ഒക്കെ നിങ്ങൾ ചേർക്കാൻ ശ്രമിക്കുക. ക്യാപ്ഷൻ എഴുതുമ്പോൾ സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ അവിടെയും 2025 എന്ന് നിങ്ങൾ ചേർക്കുക. കാരണം ഈ അത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഒരു നമ്പറിന്, ഈ ഒരു ഇയറിന്. കാരണം ഒരുപാട് ആൾക്കാർ കുറച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു 10-15 ദിവസം 2025 എന്ന് പറഞ്ഞിട്ടായിരിക്കും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ സെർച്ചിങ് ബാറിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ലിപി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അക്കമായിരിക്കും. ഒരു ലിപി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അക്കമായിരിക്കാം 2025 എന്നുള്ളത്. കുറച്ച് ദിവസത്തേക്ക് എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. വലിയൊരു വീഡിയോസ് അല്ല, ചെറിയൊരു കാര്യമാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആരും മറക്കാതിരിക്കുക എന്നുള്ളതാണ് 2025 എന്നുള്ള ആ ഒരു നമ്പർ. പ്രിയപ്പെട്ടവരെ, വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു ഇയർ ആയിരിക്കട്ടെ ഈ 2025 എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നല്ലൊരു കിഡിലൻ വീഡിയോസുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ.